എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. മുളപ്പിച്ച പയറും കടലയും കുറച്ച് വെജിറ്റബിളും ചേർത്ത് നല്ല ഹെൽത്തി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഈസി സാലഡ് റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാലഡിലേക്ക് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് മുളപ്പിച്ച ചെറുപയറാണ്. 1/2 കപ്പ് ചെറുപയർ നന്നായി കഴുകിയതിന് ശേഷം ഒരു 2-3 കപ്പ് വെള്ളത്തിൽ ഇങ്ങനെ കുതിർന്നതിന് ശേഷം ഒന്നുകൂടി കഴുകി എഗെയിൻ ഒരു 8 മണിക്കൂർ കൂടി ഒരു ബോക്സിലോ പാത്രത്തിലോ അടച്ചു വെച്ചാൽ ഇതുപോലെ പയർ മുളച്ച് വരും. ഇത് നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ആവി കയറ്റിയതിന് ശേഷം യൂസ് ചെയ്യാം. ഒരുപാടിട്ട് വേവിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വേവിച്ച കടലയാണ്. വെള്ളക്കടല നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു 8 മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. കുക്കറിൽ ഉപ്പ് ചേർത്ത് സാധാരണ വേവിക്കുന്നത് പോലെ വേവിച്ചെടുത്തിട്ടുള്ള കടലയാണ്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എടുക്കാം. ആപ്പിളൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാബേജ്, ക്യാരറ്റ്, കുക്കമ്പറാണ്. സാലഡ് കുക്കമ്പറാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റും ക്യാബേജും ചെറിയ കഷ്ണങ്ങളാക്കി സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നീളത്തിൽ. കുക്കമ്പർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള ഡ്രസ്സിങ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പകുതി ചെറുനാരങ്ങ നീര് ഒരു ചെറിയൊരു ബൗളിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയോ ക്രഷ് ചെയ്തിട്ടുള്ള പെപ്പറോ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഹണി ചേർക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർക്കാം. ഇതൊന്നും ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു സാലഡിൻ്റെ മുകളിൽ ഡ്രസ്സിംഗ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ബൗളിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടലയും മുളപ്പിച്ച പയറും ചേർത്ത് കൊടുക്കാം. ഈ പയർ ഞാനിപ്പോൾ വേവിച്ചിട്ടോ ആവി കയറ്റിയിട്ടോ ഒന്നുമില്ല, ഡയറക്റ്റ്ലി യൂസ് ചെയ്യുകയാണ്. അങ്ങനെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ആപ്പിളും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. പിയർ ചേർക്കാം. അതുപോലെ പുളി കുറഞ്ഞിട്ടുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള ഫ്രൂട്ട്സ് ചേർക്കുന്നതാണ് നല്ലത്. ഡ്രസ്സിങ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഈ ഒരു സാലഡ് വെറുതെ വേണമെങ്കിൽ കഴിക്കാം. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാം. അത്യാവശ്യം പ്രോട്ടീൻ റിച്ച് ആണ്. അല്ലെങ്കിൽ ഒരു റൈസിൻ്റെ കൂടെയോ ഏതെങ്കിലും ഒരു ഗ്രിൽഡ് ചിക്കനോ ഫിഷോ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു സാലഡ് സെർവ് ചെയ്യാം. സാലഡ് എപ്പോഴും കഴിക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും കുറേ നേരം അത് വെച്ചതിന് ശേഷം സാലഡ് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സാലഡ് മാത്രം പ്രിപ്പയർ ചെയ്ത് ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഈ മുളപ്പിച്ച പയറും ഒക്കെയും ആവശ്യത്തിന് മാത്രം എടുക്കുന്നത് നല്ലത്. റെഫ്രിജറേറ്റ് ചെയ്യുന്ന അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.